രാത്രി 8 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് എന്തുണ്ടാക്കും എന്ന് ചോദിച്ച് അവസാനം ചേട്ടൻ പറഞ്ഞു മട്ടൻ കറി ഉണ്ടാക്കാം. ഓക്കെ, ഉള്ളിയൊക്കെ ചേട്ടൻ സെറ്റാക്കി കറിയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ്റെ ഒന്ന് ഉള്ളി പൊളിക്കുന്നതാണിത്. ഓം ശാന്തി ഓശാനിയിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയായിരുന്നു ചേട്ടൻ്റെ അവസ്ഥ. ഷോ, എന്തൊരു തൊലിയില്ലാത്ത ഉള്ളി വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഷോ, പാവം ഉള്ളി അരിഞ്ഞരിഞ്ഞ് കരഞ്ഞ്. ഇല്ലേ ചേട്ടൻ്റെ മൈൻഡ് വോയിസ് എൻ്റെ ഐഡിയ ആയിപ്പോയി, ഇല്ലെങ്കിൽ കാണായിരുന്നു. കരഞ്ഞിറങ്ങി ഉള്ളി പൊളിക്കുന്ന മെഷീൻ ഉണ്ടോയെന്ന് വരെ ചേട്ടൻ ഗൂഗിളിൽ തപ്പി. ഓക്കെ, ഞാൻ ആ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ മിക്കവാറും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. പക്ഷേ ഒരു പുതിയ ഐറ്റം ട്രൈ ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ചാനൽ റെഫർ ചെയ്തിട്ടാണ് എപ്പോഴും ചെയ്യാറ്. ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ചാനലിൽ ചെന്ന് നോക്കും ഈ ഒരു ഐറ്റം ആ ചാനലിൽ ഇട്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ അതിലെ വീഡിയോസ് കണ്ടിട്ടാണ് മട്ടൻ കറിയുടെ ABCD എനിക്ക് പിടികിട്ടിയത്. ഫസ്റ്റ് ടൈം ഞാനിത് ട്രൈ ചെയ്യുമ്പോൾ അതിൽ കാണിച്ച അതേ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് തന്നെ തോന്നിയില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെയും ഞാൻ 2-3 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റേതായ രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ ചേർത്ത് നോക്കി കൊള്ളാമോ എന്നൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അതുപോലെ കുറച്ച് കാഷ്നട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ബിഗിനേഴ്സിന് വരെ അവരുടെ വീഡിയോസ് കണ്ടിട്ട് ഏതൊരു ഐറ്റവും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, അതെന്തായാലും ഷുവറാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ആരാണ് ആ യൂട്യൂബർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവരുടെ കുക്കിംഗ് വീഡിയോ നോക്കി ട്രൈ ചെയ്തത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണെന്ന് കൂടി മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. നല്ല ചൂടോടെ പൊറോട്ടയിൽ സെർവ് ചെയ്ത് അങ്ങ് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. ടാറ്റാ.